ബഹുമാനപ്പെട്ട ശഹ്റുല്ലാഹി മുഹറം, അല്ലാഹുവിന്റെ മാസമാകുന്ന മുഹറം, അല്ലാഹുവിലേക്ക് ചേർത്തിപ്പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു മാസം മുഹറം. ലോകത്ത്, ആധുനിക ലോകത്തിന്റെ പളപ്പളപ്പുകളിൽ ന്യൂ ഇയർ കൊണ്ടാടുന്നത് തികച്ചും അനിസ്ലാമികവും പടച്ച റബ്ബ് പൊരുത്തപ്പെടാത്ത രൂപത്തിലും ഇന്ന് നാം കാണുകയും അതിനെ പല രൂപത്തിൽ ചിത്രീകരിക്കുകയും ലോകത്ത് ഇതുവരെ ചെയ്തു കൂട്ടാത്ത പ്രവർത്തനങ്ങൾ ഒരു പുതിയ വർഷം വരുമ്പോൾ ചെയ്തു കൂട്ടുകയും ചെയ്യുന്നത് ലോകത്ത് മുഴുവൻ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു സദസ്സിന്റെ പ്രസക്തി നമുക്ക് മനസ്സിലാകുന്നത്. സത്യവിശ്വാസികളുടെ പ്രധാനപ്പെട്ട വർഷത്തിന്റെ തുടക്കം മറ്റു കലണ്ടറുകൾക്കപ്പുറം തികച്ചും മുഹറം മാസം മാത്രമാണ്. ഈ വർഷത്തിന്റെ തുടക്കമാകുന്ന മുഹറം മാസങ്ങളിൽ വർഷത്തിന്റെ തുടക്കത്തിൽ ന്യൂ ഇയർ എങ്ങനെയാണ് കൊണ്ടാടേണ്ടത് എന്ന് മുസ്ലിങ്ങൾ മറ്റുള്ള ആളുകളെ പഠിപ്പിക്കേണ്ടത് ഈ രൂപത്തിലാണ്. ലോകത്തിന്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മാസത്തിന്റെ പവിത്രതയെ സംബന്ധിച്ചും പ്രത്യേകതയെ സംബന്ധിച്ചും വിശാലമായി ഹദീസുകളിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളൊക്കെയും നാളെയും മറ്റന്നാളുമായി നോമ്പ് പിടിക്കാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. താസുവാവും ആശൂറാവും അതിന്റെ പുണ്യം നേടാൻ വേണ്ടി ഈ രാത്രിയിൽ തന്നെ ഇങ്ങനെ ഒരു സംഗമം ഇവിടെ സംഘടിപ്പിക്കാൻ ഭാഗ്യം ലഭിച്ചു. ഈ രാവിന്റെ പ്രത്യേകതയിലപ്പുറം പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയ വിജ്ഞാനത്തിന്റെ സദസ്സ്, ആ സദസ്സിൽ ലോകത്ത് മുഴുവൻ ആത്മീയതയും പ്രവാചകന്റെ പ്രകീർത്തനങ്ങളും പ്രേമ സാഗരങ്ങളെ സമൂഹത്തിലേക്ക് ഇറക്കിവിട്ട വലിയ ഒരു പണ്ഡിതന്റെ പ്രഭാഷണത്തിന് വേണ്ടി സംഗമിച്ചിരിക്കുകയാണ് നാം. ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത്, ലോകത്തിന്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊടുക്കൽ ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു, നബി, വിശുദ്ധമായ റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നോമ്പിന് പ്രാധാന്യവും ആനുകൂല്യവും കിട്ടുന്ന മാസം ഏതാണെന്ന് ലോകത്തിന്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുക്കൽ വന്നു. ഒരാൾ വന്ന് ചോദിച്ചപ്പോ ലോകത്തിന്റെ പ്രവാചകർ അവിടുത്തെ കൊടുത്ത മറുപടി എന്താണ്? സും അൽ ബിൽ മുഹറം, മുഹറം മാസത്തിൽ നീ നോമ്പ് പിടിച്ചോ. എന്നിട്ട് ഹദീസിന്റെ വിശദീകരണമായി പണ്ഡിത ലോകം പഠിപ്പിച്ചു. ഒരുപാട് അമ്പിയാക്കളുടെ പ്രത്യേകത നിറഞ്ഞ മാസമാണ്. ഒരുപാട് അമ്പിയാക്കൾക്ക് നന്മകൾ കൈവരിക്കാൻ ഭാഗ്യം ലഭിച്ച മാസമാണ്. ഒരുപാട് അഹങ്കാരികളെ ഒതുക്കാൻ, വിശ്വാസികൾക്ക് വിജയം കൊടുക്കാൻ, വിജയം കിട്ടാൻ കാരണമായ മാസമാണ്. ലോകത്തിന്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ അതിൽ പ്രധാനമായ ഒരു കാര്യമാണ് പറഞ്ഞത്. ഈ ലോകം മുഴുവൻ അടക്കമാണ് സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിസ്സലാം. ആ സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിസ്സലാമിന് ലോകത്തെ അധികാരം നൽകപ്പെട്ടത് ഈ ഒരു മാസത്തിലാണ്. ലോകത്ത് ഇത്രയും അതുല്യമായ അധികാരം ലഭിച്ച മറ്റൊരാളെ കാണാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ പടച്ചറപ്പിന്റെ ഔദാര്യമാകുന്ന ഈ ലോകത്തിന്റെ ഭരണം കിട്ടിയില്ല. ഏതാനും ചില പ്രവിശ്യകളുടെ സ്ഥാനങ്ങളും മാനങ്ങളും ലഭിച്ചപ്പോ
വിശ്വാസത്തിനും കർമ്മത്തിനും പ്രാധാന്യം നൽകാതെ, സമൂഹത്തിലെ നന്മകളെ കാണാതെ, പടച്ച റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളെ ലോകത്ത് കാണിക്കാൻ കഴിയാതെ, ഇത് മുഴുവൻ എന്റേതാണ്, എന്റെ ഔദാര്യത്തിൽപ്പെട്ടതാണെന്ന് പറഞ്ഞ ഫറോവയെ ഈ ലോകത്തുനിന്ന് തുടച്ചു മാറ്റിയതും ഈ മാസത്തിലാണ്. ഇവിടെ നമുക്ക് ഈ ചരിത്രങ്ങൾ ഉൾക്കൊള്ളുകയും പറയപ്പെടുകയും ചെയ്യുന്നതിലപ്പുറം അഹങ്കാരികളെ ഒതുക്കാനും വിനയപുരസ്സരം പടച്ച റബ്ബിലേക്ക് സ്നേഹവും കർമ്മങ്ങളും വിശ്വാസവും അടിയറക്കുമ്പോൾ അധികാരം പോലെ കഴിഞ്ഞ മാസമാണ് ശഹ്റുല്ലാഹി മുഹറം. ഇത് വിശ്വാസികളുടെ മാസത്തിന്റെ തുടക്കമാണ്, വർഷത്തിന്റെ തുടക്കമാണ്. വൽ ഫജ്രി വലയാലിൻ നശ്ർ വശഫ്ഇ വൽ വത്ർ. ഖുർആൻ ഓർമ്മപ്പെടുത്തി, വൽ ഫജ്ർ, മുഹറം മാസം തന്നെയാണ് സത്യം. വലയാലിൻ നശ്ർ, ആ മുഹറം മാസത്തിലെ 10 ദിവസങ്ങളുടെ രാവുകൾ തന്നെയാണ് സത്യം. വശഫ്ഇ വൽ വത്ർ, അതിലെ ഇരട്ടകളും ഒറ്റകളുമാകുന്ന ദിവസങ്ങൾ തന്നെയാണ് സത്യം. ഇത്രയും വിശാലമായി ഓർമ്മപ്പെടുത്തിയ രാവിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു രാവാണ്. ഈ സമയത്താണ് ഈ മജ്ലിസിൽ ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹുവേ, ഞങ്ങളെ സംഗമങ്ങളെ സുഖലോക സ്വർഗത്തിലെ സംഗമത്തിനുള്ള സൗഭാഗ്യമായി ഞങ്ങളിന്ന് കബൂലാക്കണേ റഹ്മാനേ. ഓ പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇത് ഈ വർഷത്തിന്റെ തുടക്കമായി വിശ്വാസികൾ ആഘോഷിക്കുന്നതിനെയാണ്. ഖുർആൻ ഓർമ്മപ്പെടുത്തി, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. ഒരു വർഷം നമ്മൾ ഇന്ന് പിന്നിടുമ്പോൾ, ഒരു വർഷം നമ്മൾ ഇന്ന് യാത്രയാകുമ്പോൾ, വിശ്വാസികൾ എനിക്കൊരു വയസ്സ് വർദ്ധിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ, എന്റെ വർഷം എന്റെ കാലയളവിൽ തിരിച്ചു വരാത്ത ഒരു ആയുഷ്കാലം കഴിഞ്ഞുപോയി എന്ന് ചിന്തിക്കുമ്പോൾ, എനിക്കൊരു വയസ്സ് വർദ്ധിച്ചു, എന്റെ മക്കൾക്കൊരു വയസ്സ് വർദ്ധിച്ചു, എന്റെ ഭാര്യക്കൊരു വയസ്സ് വർദ്ധിച്ചു, എന്റെ ജീവിതത്തിൽ ഇനി തിരിച്ചു കിട്ടാത്തൊരു ആയുഷ്കാലം കടന്നുപോയെന്ന് ചിന്തിക്കുമ്പോ മുഅ്മിനീങ്ങളെ ആലോചിക്കേണ്ടത് എന്താണ്? ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തി, ഫയാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ, പടച്ച റബ്ബിനെ നന്നായി പേടിച്ചു ജീവിക്കണം എന്നാണ്. മാത്രം പോരാ, ഫൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, ഇന്നലകളെ ജീവിതത്തിൽ നാളേക്കുള്ള ജീവിതത്തിലേക്ക് ഞാനും നിങ്ങളും എന്താണ് ഒരുക്കി വച്ചിട്ടുള്ളത്? ഇന്നലെ കഴിഞ്ഞ വർഷങ്ങളിൽ നാളേക്ക് എന്താണ് നാം ഒരുക്കി വെച്ചത് എന്ന് ഒരു വിചിന്തന വിധേയമാക്കേണ്ട സമയമാണ് ഈ മാസമെന്ന് പ്രവാചകർ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും പടച്ച റബ്ബ് ഓർമ്മപ്പെടുത്തുന്നത്, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്ന് ഒരു ആവർത്തിയല്ല, 2 ആവർത്തിയല്ല ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. പക്ഷേ ഖുർആനിന്റെ ഈ ഒരു ആയത്തിൽ തന്നെ ഒരേ വാചകത്തിന്റെ മുന്നിൽ വിശ്വാസികളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്നത്, നാളേക്കുള്ള ജീവിതം ഓർക്കണം. ഒരു വർഷത്തിന്റെ പുതുമയിൽ മതിമറന്നു പോകാൻ പാടില്ല. ന്യൂ ഇയർ കടന്നു വരുമ്പോൾ കള്ളുകളുടെയും വ്യഭിചാരശാലകൾ തുറന്ന് 12 മണിക്ക് രാത്രിയിൽ ഓടുന്ന വാഹനത്തിന്റെ മുന്നിൽ കിടന്ന് പടച്ച് സമൂഹത്തിൽ മുഹമ്മദെന്നും അഹമ്മദെന്നും പേരുള്ള വിശ്വാസികൾ ലോകത്ത് ചീത്തപ്പേരുകൾ ഉണ്ടാക്കുമ്പോ അങ്ങനെയല്ല വേണ്ടതൊന്നും. ഇന്നലകളെ വർഷങ്ങൾ കടന്നു പോകുമ്പോ അടുത്ത വർഷത്തിലേക്ക് വരാനിരിക്കുന്ന മരണത്തിലേക്ക് എന്താണ് ഒരുക്കി വെച്ചതെന്ന് നോക്കേണ്ട സമയം. അല്ലാഹുവിനെ നന്നായി നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ.
നിങ്ങൾ എന്തു ചെയ്താലും, നിങ്ങൾ രഹസ്യമായും പരസ്യമായി എന്തു ചെയ്താലും പടച്ച റബ്ബ് ഉള്ളറിയുന്നവനാണ്. എന്നിട്ട് ഖുർആൻ അതിന്റെ തൊട്ടു പിന്നാലെ പറഞ്ഞതെന്താണ്? വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ്. ഏത് സന്ദർഭങ്ങളിലും സന്തോഷങ്ങളിലും സന്താപങ്ങളിലും പടച്ച റബ്ബിനെ മറന്നുപോയ ഒരു വിഭാഗം ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിലെ ഏറ്റവും വലിയ അഹങ്കാരിയാണ് ഫറോവ. ആ ഫറോവയുടെ ജീവിതത്തിൽ പടച്ച റബ്ബ് നൽകിയ ഔദാര്യങ്ങളെ, ആ ഔദാര്യങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊണ്ടെന്ന് മാത്രമല്ല, എല്ലാവിധ സന്തോഷങ്ങളും ജീവിതത്തിൽ ആഘോഷിച്ചെന്ന് മാത്രമല്ല, അവസാനം ഈ ലോകത്ത് നൽകിയ മുഴുവൻ അനുഗ്രഹങ്ങളെയും നിഷേധിക്കുന്ന രൂപത്തിൽ ഞാൻ ലോകത്തിന്റെ അധിപനാണെന്ന്, ഞാൻ ഈ ലോകത്തിന്റെ റബ്ബാണെന്ന് പ്രഖ്യാപിച്ച ഒരാളാണ് ഫറോവ. ആ ഫറോവയെ പോലെ പടച്ച റബ്ബിനെ മറന്നവരെ പോലെ നിങ്ങളാകാൻ പാടില്ല. ഈ മുഹറം മാസത്തിന്റെ ബഹുമാനവും ആദരവുകളും പ്രത്യേകതകളും സവിശേഷതകളും ഇവിടെ എടുത്തു പറയുമ്പോ എനിക്കും നിങ്ങൾക്കും ആലോചിക്കാനുള്ളത് ആ ആയത്തിന്റെ ആപ്തവാക്യമാണ്. മറന്നുപോയ ഒരു സമൂഹത്തെ ഒതുക്കിക്കളഞ്ഞ മാസമാണ് ശഹ്റുല്ലാഹി മുഹറം. വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ്. അല്ലാഹനെ മറന്നവരെ ആ വിഭാഗം പോലെ നിങ്ങൾ പാടില്ല. അങ്ങനെ മറന്നാൽ എന്താണ് സംഭവിക്കുന്നത്? ആ മറന്ന വിഭാഗത്തെ അള്ളാഹ് മറന്നു കളഞ്ഞിട്ടുണ്ട്. അള്ളാഹനെ മറന്നവരെ അള്ളാഹ് മറന്നു കളഞ്ഞിട്ടുണ്ട്. അതുപോലെ നിങ്ങളാകാൻ പാടില്ലെന്ന് ഖുർആന്റെ ഭാഷ്യം. ഇവിടെയാണ് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്. ഇത് മുസ്ലിങ്ങളുടെ വർഷത്തിന്റെ തുടക്കമാണ്. ഈ വർഷത്തിന്റെ തുടക്കത്തിന് ചില ആധാരത്തിന് ചില പണ്ഡിതന്മാർ ആ വിഷയം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ആ നാട് ഭരിക്കുന്ന കാലത്ത് ചില എഴുത്തുകൾ എഴുതി. എന്താണെന്നറിയാമോ? അത് നിങ്ങൾ ഈ നാട്ടിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിയ പല എഴുത്തുകളും ലെറ്ററുകളും എന്റെ കയ്യിലേക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ലെറ്ററുകളിലും പേപ്പറുകളിലും മുഴുവനും ഞാൻ എന്റെ അധികാരത്തിന് കീഴിലുള്ള സ്ഥലങ്ങൾ എന്തെല്ലാം കർമ്മങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആ ലെറ്ററുകളിൽ, ആ എഴുത്തുകളിൽ ഞാനൊരു എഴുത്ത് എടുത്ത് വായിക്കുമ്പോ എനിക്ക് ആ എഴുത്തിൽ കാണാൻ കഴിഞ്ഞു, കർമ്മം പ്രധാനം ചെയ്യേണ്ടതുണ്ട്. അത് ശഅബാൻ മാസത്തിലാണെന്ന് നിങ്ങളെ കത്തിൽ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഏത് ശഅബാൻ മാസമാണെന്ന് ആ എഴുത്തിൽ നിങ്ങൾ എഴുതി വച്ചിട്ടില്ല. വരാനിരിക്കുന്ന ശഅബാനാണോ, കഴിഞ്ഞു പോയ ശഅബാനാണോ, അല്ലെങ്കിൽ ഏതു വർഷത്തെ ശഅബാനാണെന്ന് നിങ്ങൾ എനിക്ക് എഴുതി അയച്ച കത്തിൽ എഴുതിയിട്ടില്ല. ഏത് വർഷത്തിലെ ശഅബാനെന്ന് അറിയാൻ ആഗ്രഹമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഖത്താബ് റളിയല്ലാഹു അൻഹു കത്ത് എഴുതി. അപ്പോഴാണ് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ സമൂഹത്തിന്റെ വർഷത്തെ സംബന്ധിച്ച് ആലോചിക്കുന്നത്. പക്ഷേ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഈ മുസ്ലിങ്ങൾക്കൊരു വർഷത്തിന്റെ തുടക്കം വേണമെന്നും ആ വർഷത്തിന്റെ തുടക്കത്തിന് ചില ആധാരങ്ങൾ വേണമെന്നും മഹാനായ ലോകത്തിന്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയതും അത് ഉണ്ടാക്കാൻ വേണ്ടി സമ്മതം കൊടുത്തതും പണ്ഡിതർ എഴുതി വച്ചിട്ടുണ്ട്. ആ പ്രകാരമാണ് ഉമർ തങ്ങൾ ഇത് ആലോചിക്കുന്നത്. അപ്പോഴാണ് ആ കൂട്ടത്തിലെ വലിയ വലിയ സ്വത്തുകൾ ആ നാട്ടിൽ ഒരുമിച്ച് കൂട്ടുന്നത്. സ്വഹാബത്തിലെ പ്രഗൽഭന്മാരായ പലരെയും ഒരുമിച്ച് കൂട്ടിയ കൂട്ടത്തിൽ ഹർമുസാൻ എന്ന് പറയുന്ന അതേ ലോകത്തിന്റെ ഏറ്റവും വലിയ വിപ്ലവം നടന്ന ഫത്ഹു മക്ക, ആ മക്ക വിജയത്തിൽ അല്ലെങ്കിൽ മറ്റു വിജയങ്ങളിൽ പേർഷ്യയിലെ ഒരു രാജാവാകുന്ന ഹർമുസാനെ പിടിച്ചുകൊണ്ടുവന്നിരുന്നു.
അയാള് പിന്നെ ഉമർ തങ്ങളുടെ കയ്യാൽ ഇസ്ലാമിലേക്ക് വന്ന മഹാനാണ്. അയാൾ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രബോധക പ്രവർത്തകനായി പിന്നെ മാറി. അങ്ങനെയുള്ള ഹർമുസാൻ അവിടെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തി. എന്താണ് രേഖപ്പെടുത്തിയത്? പേർഷ്യയിൽ ഞാൻ പേർഷ്യക്കാരനായി നിൽക്കുന്ന സന്ദർഭത്തിൽ ആ കാലഘട്ടങ്ങളിൽ അവരുടെ മാസങ്ങളും ദിവസങ്ങളും കണക്കാക്കപ്പെടുന്നത് മാഹുറോസ് എന്ന ഒരു വാക്കുകൊണ്ടായിരുന്നു. മാഹ് എന്ന് പറഞ്ഞാൽ മാസമാണ്, എന്ന് പറഞ്ഞാൽ ദിവസമാണ്. ഈ ദിവസങ്ങളും മാസങ്ങളും രേഖപ്പെടുത്തുന്നത് മാഹുറോസ് എന്ന വാചകങ്ങളിലാണ്. ഞാൻ പറയുന്നു, അങ്ങനെ മാസത്തിനും ദിവസത്തിനും അങ്ങനെ ഒരു പേര് വെച്ചുകൊണ്ട് നമുക്ക് കലണ്ടർ തുടങ്ങാം, ഒരു വർഷത്തിന്റെ തുടങ്ങാം. അപ്പോഴും സ്വഹാബത്തുകളിൽ പലരും പറഞ്ഞു, നിങ്ങൾ മാസത്തിനും ദിവസത്തിനും പേരെ പറഞ്ഞു തന്നിട്ടുള്ളൂ, ലോകത്ത് അറബി മാസത്തിന്റെ തുടക്കം ഏതാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. പലരും പറഞ്ഞു, നമുക്ക് എന്താക്കാം, ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് ജനിച്ചു വീണ ഒരു ദിവസമുണ്ട്. ആ ദിവസം മുതൽ ഈ അറബ് മാസത്തിന്റെ തുടക്കം തുടങ്ങാം. പല സ്വഹാബത്തും അങ്ങനെ അഭിപ്രായപ്പെട്ടപ്പോ അവരൊക്കെയും ശരിക്കും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ ജീവിച്ചവരാണ്. എന്തുകൊണ്ട്? ലോകത്തിന്റെ നേതാവിന്റെ ജനനത്തിന്റെ പുണ്യമുണ്ട്, ലോകത്തിന്റെ ജേതാവ് ജനിച്ച ദിവസത്തിന്റെ പുണ്യമുണ്ട്, ആ വർഷത്തിന് പുണ്യമുണ്ട്, ആ സമയത്തിന് പുണ്യമുണ്ട്. എല്ലാം വിശ്വസിക്കുകയും അവരുടെ ശരീരത്തിലും രക്തങ്ങളിലും മജ്ജകളിലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശങ്ങളിൽ പ്രധാനപ്പെട്ട ആദർശമാകുന്ന ലോകത്തിന്റെ നേതാവിനെ ബഹുമാനിക്കൽ, ആ ലോകത്തിന്റെ നേതാവിനെ ആദരിക്കൽ, ആ ബഹുമാനപ്പെട്ട ലോകത്തിന്റെ നേതാവ് ബന്ധപ്പെട്ടത് മുഴുവനും ബഹുമാനിക്കുകയും പ്രത്യേകതയുണ്ടെന്ന് വിശ്വസിക്കൽ, അത് സ്വഹാബത്തിന്റെ പതിവാണ്. ആ സ്വഹാബത്തിൽപ്പെട്ട പലരും അങ്ങനെ അഭിപ്രായപ്പെട്ടപ്പോ അത് ഏത് വർഷത്തിലാണെന്ന് തിട്ടപ്പെടുത്താനും കട്ടായമായി പറയാനും കഴിയില്ലെന്ന് സ്വഹാബത്തും അഭിപ്രായപ്പെട്ടു. അപ്പൊ ചില സ്വഹാബത്ത് പറഞ്ഞു, ലോകത്തിന്റെ പ്രവാചകർ ഈ ലോകത്ത് നിന്ന് യാത്രയായ ഒരു ദിവസമുണ്ട്, ആ ദിവസം മുതൽക്ക് നമുക്ക് വർഷത്തിന്റെ തുടക്കം വെക്കാം. അപ്പോഴാണ് ഉമർ തങ്ങൾ പറഞ്ഞത്, ലോകത്ത് കഴിഞ്ഞു പോയ ദുരന്തങ്ങളിൽ, ഞാനിരിക്കുന്ന ദുരന്തങ്ങളിൽ ഏറ്റവും മുസ്ലിമിന്റെ മനസ്സിനെ വേദനിപ്പിച്ച ഒരു ദുരന്തമാണ്, ഒരു വിഷമമാണ് ലോകത്തിന്റെ നേതാവിന് ഈ ലോകത്തു നിന്നുള്ള യാത്ര. ആ ദിവസമാണ് ഈ അറബ് മാസത്തിന്റെ തുടക്കമെന്ന് പറഞ്ഞാൽ, ആ വർഷത്തിന്റെ അറബ് മാസത്തിന്റെ തുടക്കം ഏതാണെന്ന് ഓർമ്മപ്പെടുത്തുമ്പോ വിശ്വാസിയുടെ മനതലങ്ങളിൽ വിഷമത്തിന്റെ അതേ നീരുറവ ഒഴുകാൻ കാരണമാകും. അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റൂല. വിശ്വാസിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യം അവിടെ സംഘാതമാകും. അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റൂല. അങ്ങനെ പലരും പല അഭിപ്രായവും പറഞ്ഞ കൂട്ടത്തിൽ ഒരു സ്വഹാബി പറഞ്ഞു, നമുക്ക് ഈ വർഷത്തിന്റെ തുടക്കം ലോകത്ത് ഏറ്റവും വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയ, സ്വന്തം കുടുംബവും മക്കളെയും സമ്പത്തുകളും ഇട്ടേച്ചുകൊണ്ട് പടച്ച റബ്ബിന് വേണ്ടി എല്ലാം ത്യജിച്ചുകൊണ്ട് ഈ ലോകത്തുനിന്ന് ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്ത ഒരു ദിവസമുണ്ട്, ഒരു വർഷമുണ്ട്. ആ വർഷം മുതൽക്ക് ഈ ലോകത്തിന്റെ അറബ് മാസത്തിന്റെ തുടക്കമായി കണക്കാക്കപ്പെടാം. സ്വഹാബത്ത് എല്ലാവരും ആ തുടക്കത്തിനെ സംബന്ധിച്ച്, പലായനത്തെ സംബന്ധിച്ച് ഏക അഭിപ്രായക്കാരാവുകയും ആ ഏക അഭിപ്രായം വെച്ചുകൊണ്ട് റബീഉൽ അവ്വൽ മാസത്തിലല്ലേ ഹിജ്റ നടന്നത്, പക്ഷേ ദുൽഹിജ്ജ മാസത്തിൽ ബയ്യത്ത് നടന്ന് മുഹറം മാസത്തിൽ ഹിജ്റ പോകാൻ തീരുമാനിച്ചുകൊണ്ട് തന്നെ മുഹറം മാസം അറബി മാസങ്ങളുടെ വളരെ തൊട്ടുപെടുത്തുന്ന, വളരെ കറക്റ്റാകുന്ന, അതേ ചന്ദ്രനെ അധീനപ്പെടുത്തി പ്രാകൃതമായ ഒരു വിശ്വാസ പ്രകാരമായി
വർഷത്തിന്റെ തുടക്കത്തെ ഹിജ്റയുടെ തുടക്കമായും അതിന്റെ മാസത്തിന്റെ തുടക്കത്തെ മുഹറമത്തിന്റെ തുടക്കമായും കണക്കാക്കപ്പെട്ട മുസ്ലിങ്ങളാണ് നാം. ആ മുസ്ലിങ്ങളാകുന്ന നമുക്ക് ഈ മാസം കടന്നു വരുമ്പോ ഒരുപാട് ജീവിതത്തിൽ പലതും പകർത്താനുണ്ട്, ഒരുപാട് മഹാന്മാരെ സ്മരിക്കാനുണ്ട്. അവരെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ ഒരുപാട് വിജ്ഞാനങ്ങളും സംഭവങ്ങളും ഇങ്ങനെയുള്ള സദസ്സുകളിൽ ഓർമ്മപ്പെടുത്താനുണ്ട്. വിശാലമായി സംവരിക്കാൻ നമുക്ക് ഇവിടെ അവസരമില്ല. ഞാൻ എന്റെ വാക്കുകൾ ാണ്. ഈ ദിവസങ്ങളിലും മാസം നടന്ന അനർഘമായ സംഭവങ്ങളുണ്ട്. ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയില്ലേ, മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ച ഒരു പ്രത്യേകമായ ദിവസവും മാസവുമാണ് ഈ മാസം. എന്തുകൊണ്ട് പണ്ഡിതന്മാരവിടെ ഓർമ്മപ്പെടുത്തി? ഈസാ നബിയെ പ്രത്യേകം എടുത്തു പറയാനുള്ള ഗുണമെന്താണ്? ഈ ലോകത്ത് ഇനി വരാനിരിക്കുന്ന ഒരു നബിയാണ് ഈസാ നബി അലൈഹിസ്സലാം. ലോകത്തിന്റെ പ്രവാചകന്റെ ദഅവത്ത് ഏറ്റെടുത്തുകൊണ്ട് ഇസ്ലാമിക ഭരണാധികാരിയായി വരുന്ന നേതാവാണ് ഈസാ നബി അലൈഹിസ്സലാം. ആ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനനം ഈ മാസത്തിൽ സ്മരിക്കപ്പെടുന്നതിന്റെ പിന്നിൽ ലക്ഷ്യമെന്താണ്? നമുക്ക് വരാനുള്ള ഒരു നബിയെ ഓർക്കലാണ്. വരാനിരിക്കുന്ന നബിയെ ഓർക്കലും കഴിഞ്ഞു പോയ നബിയെ ഓർക്കലും വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തി. എന്താണ് അവിടെ ഓർമ്മപ്പെടുത്തുന്നത്? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ലോകത്തേക്ക് വരുമ്പോ മുഹറം മാസത്തിന്റെ പവിത്ര സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ ഒന്നാമത്തെ വിഷയം പറയുന്നത് എന്താണ്? ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഇസ്ലാമികമാണ്. എന്റെ പേരിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള കുരിശുകളെ മുഴുവൻ തകർക്കാൻ വേണ്ടിയാണ്. ലോകത്ത് ഒന്നിനും കൊള്ളാത്ത പന്നികളെ മുഴുവൻ കൊന്നെടുക്കാൻ വേണ്ടിയാണ്. ഇസ്ലാമിന്റെ ദഅവത്ത് പഴയ കാലത്ത് നടന്നിരു വേണ്ടിയാണ്. ആ കൂട്ടത്തിൽ എടുത്തു പറയുന്നതാണ്, ഞാൻ ജനിച്ച മാസം നിങ്ങളുടെ വർഷത്തിന്റെ തുടക്കമാകുന്ന ാണെന്ന് ഓർമ്മപ്പെടുത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ സദസ്സിൽ ഈ സമയത്ത്, ഈ രാവിൽ, ഈ മാസത്തില് നല്ല ഒരു വിജ്ഞാനത്തിന്റെ സദസ്സാണ്. ഒരുപാട് ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളും ഒത്തുകൂടിയ സദസ്സാണ്. ശുദ്ധമായ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും പുണ്യമുള്ള നോമ്പ് കടന്നു വരുന്ന ദിനങ്ങളാണ് നാളെയും മറ്റന്നാളും. ആ ദിവസങ്ങളുടെ പുണ്യം നേടാൻ വേണ്ടിയാണ് ഈ മജ്‌ലിസിൽ നാം സംഗമിച്ചിട്ടുള്ളത്. ഈ സംഗമത്തിന് പ്രാധാന്യമുണ്ട്, ഈ മാസത്തിന് ബഹുമാനമുണ്ട്. അല്ലാഹുവിലേക്ക് ചേർക്കപ്പെട്ട പ്രധാനപ്പെട്ട മാസം. അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിലെ 10ാമത്തെ ദിവസത്തിന് പേര് വെച്ചത് ആശൂറ എന്ന്. പല പണ്ഡിതന്മാരും പല വ്യാഖ്യാനങ്ങളും ഓർമ്മപ്പെടുത്തിയ കൂട്ടത്തിൽ ചില പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയത് എന്താണ്? ഒരുപാട് ബഹുമാനങ്ങളും ആദരങ്ങളും ഒരുമിച്ച് കൂടിയ ദിവസം എന്നാണ്. ലോകത്ത് ഇന്നൊക്കെ നമ്മൾ ചൂട് കൊണ്ട് വളരെ പ്രയാസപ്പെടുകയാണ്. ഇടക്കിടക്ക് മഴകൾ ഉണ്ടെങ്കിലും ഇപ്പോഴും നമുക്ക് ചൂട് സഹിക്കാൻ കഴിയില്ല. അതുല്യമായ അള്ളാഹുവിന്റെ റഹ്മത്താകുന്ന മഴ ഈ ലോകത്തേക്ക് ആദ്യമായി വർഷിച്ചത് യശൂറയുടെ ദിവസത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതായി കാണാം. ആ റഹ്മത്ത് മുതൽക്ക് ലോകത്ത് കിട്ടിയ റഹ്മത്തിന്റെ മുഴുവൻ നിദാനം ആശൂറയുടെ ദിവസമാണെന്ന് പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തിയത് കാണാം. ഇവിടെയാണ് ഇതിന്റെ പ്രസക്തി. ഇവിടെയാണ് നമ്മൾ നന്മയിലേക്ക് വരേണ്ടത്. ഈ വർഷത്തിന്റെ തുടക്കം നന്നായാൽ ഈ വർഷം ഒടുക്കം വരെ നന്നാകുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. നമ്മുടെ എല്ലാം കണക്കാക്കപ്പെടുന്നത് ഇങ്ങനെയുള്ള ദിവസങ്ങളിലും ഇങ്ങനെയുള്ള മാസങ്ങളിലുമാണ്. ഇവിടെ നോമ്പ് കൊണ്ട് ധന്യമാക്കണം,
ദിക്ർ കൊണ്ട് ധന്യമാക്കണം, ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണം. ലോകത്തിന്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയില്ലേ? ആയിഷ ബീവി ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം, ഈ മാസം ശഹറുല്ലാഹി മുഹറം കടന്നു വരുമ്പോ നേരത്തെ ഇല്ലാത്തതിനേക്കാൾ ഒരു ഒരുക്കവും നേരത്തെ ഇല്ലാത്തതിനേക്കാൾ ഒരു തയ്യാറെടുപ്പും ലോകത്തിന്റെ പ്രവാചകന് ഞാൻ കാണാറുണ്ടായിരുന്നു. ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, അതേ റമദാൻ മാസം കഴിഞ്ഞാൽ പിന്നെ വളരെ കൃത്യമായി വല്ലാതെ പരിഗണിക്കുന്ന ഒരു നോമ്പും ദിവസങ്ങളും അത് ആശൂറയുടെ ദിവസമാണെന്ന് മാത്രമല്ല, അടുത്ത വർഷം ഞാൻ ഉണ്ടാകുമെങ്കിൽ ഞാൻ മുഹറം 9 നോമ്പ് പിടിക്കുമെന്ന് ലോകത്തിന്റെ പ്രവാചകർ ഓർമ്മപ്പെടുത്തി. എന്തുകൊണ്ടാണ്? ഇതിലെ പിന്നിലുള്ള ഹിക്മത്തും സിറും പണ്ഡിതന്മാരവർ കിതാബിൽ രേഖപ്പെടുത്തി. ഈ വർഷത്തിന്റെ തുടക്കം മുതലേ 1 മുതലേ നോമ്പടിക്കൽ പ്രത്യേകം സുന്നത്താണ്. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചതായി കാണാം. അത് 9-നും 10-നും പ്രത്യേകവുമുണ്ട്. എന്നിട്ട് ലോകത്തിന്റെ നേതാവ് ഇബ്നു അബ്ബാസ് തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അതേ ജൂതന്മാര് പ്രത്യേകം നോമ്പ് പിടിക്കുന്ന ഒരു സമയമാണിത്. എന്തുകൊണ്ടാണെന്ന് അവരോട് ചോദിച്ചപ്പോ ജൂതന്മാര് പറഞ്ഞ മറുപടി എന്താണ്? ൂരികൾ പറഞ്ഞ മറുപടി എന്താണ്? ഞങ്ങളുടെ പ്രവാചകനാകുന്ന മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് വിജയം കിട്ടിയ ദിവസവും മാസവുമാണ് ഇത്. എന്നാൽ ഏറ്റവും വലിയ അഹങ്കാരിയും ഫറോവയെ ഒതുക്കിക്കളഞ്ഞ് മുക്കിക്കളഞ്ഞ ദിവസവും മാസവുമാണ് ഇത്. ഇതങ്ങ് കേട്ടപ്പോ ലോകത്തിന്റെ നേതാവ് സ്വഹാബത്തിനോട് പറഞ്ഞതാണ്, യഹൂദികൾ ആ നബിയെ ബഹുമാനിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും വിജയം കിട്ടിയതിന് നന്ദി പ്രഖ്യാപിച്ചുകൊണ്ടും നോമ്പ് പിടിക്കുന്നുണ്ടോ എങ്കിൽ മൂസാ നബിയോട് എന്തുകൊണ്ടും ബന്ധപ്പെട്ടവർ ഞാനും നിങ്ങളുമാണ്. അതുകൊണ്ട് യഹൂദികളോട് എതിരാകണം, എല്ലാ വിഷയത്തിലും എതിരാകണം. ഇന്ന് ലോകത്ത് കാണുന്ന മുഴുവൻ പരിഷ്കാരങ്ങളും ജൂതന്മാരുടെ കടമെടുത്ത ഒരു കാലഘട്ടമാണ് ഇത്. ലോകത്തിന്റെ പ്രവാചകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ യഹൂദ ജൂതന്മാരോട് എതിരാകണമെന്ന് പ്രഖ്യാപിച്ചു. അതേ ഒരു വർഷത്തിന്റെ തുടക്കം ജാനുവരി കടന്നു വരുമ്പോ നമ്മളെ നാട്ടില് അമുസ്ലിങ്ങളെ പലരും ചെയ്യുന്നത് പോലെ മത്തു കുടിച്ച് മസ്തായി കിടക്കുന്ന ചില ദുസ്വഭാവങ്ങളുണ്ട്. അത് മുസ്ലിങ്ങൾ പലരും ഏറ്റെടുത്തിരിക്കുകയാണ്. വർഷത്തിൽ ആദ്യത്തെ ദിവസത്തിൽ തന്നെ പൊരുത്തപ്പെടാത്തത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഇതിന്റെ പ്രസക്തി നടക്കുന്നത്. യഹൂദികളോട് നിങ്ങൾ എതിരാവണം. ഇവിടെ പറഞ്ഞത് എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ മുമ്പുള്ള ഒരു ദിവസത്തിലും 10ന്റെ ശേഷമുള്ള ഒരു ദിവസത്തിലും നിങ്ങൾ നോമ്പ് പിടിച്ചുകൊണ്ട് യഹൂദികളോട് എന്താണ് ഞാൻ സാന്ദർഭികമായി ഉണർത്തുന്നു. പല വിഷയത്തിലും അവരത് പലതും നമ്മൾ കടമെടുത്തിരിക്കുകയാണ്. വസ്ത്രധാരണത്തിൽ അങ്ങനെ, നമ്മുടെ ജീവിതത്തിന്റെ ശൈലിയിൽ അങ്ങനെ. മാത്രമാണോ ഇന്ന് നമ്മൾ കാണുന്ന പലരും ലോകത്തിന്റെ പ്രവാചകർ ഓർമ്മപ്പെടുത്തിയ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് ചെറിയൊരു താടി വെക്കൽ. അത് പ്രത്യേക സുന്നത്താണ്. മുസ്ലിങ്ങളെ മുഖത്ത് നോക്കിയാൽ നിസ്കാരത്തയമ്പും ആ ഒരു ചെറിയ താടിയും കാണുമ്പോൾ അവൻ മുസൽമാനാണെന്ന് നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയും. ആ സ്ഥാനത്ത് ഇന്ന് നമ്മുടെ സ്വഭാവം എന്താണ്? അതേ ജൂതന്മാർ സ്വഭാവം നാം ഏറ്റെടുത്തു. മീസ കട്ടിയായി വെച്ചുകൊണ്ട് താടി വടിച്ചു കളയുന്ന സ്വഭാവം ലോകത്തിന്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തി. താടി ഉപേക്ഷിച്ചുകൊണ്ട് മീസ കട്ടിയായി വെക്കുന്ന സ്വഭാവം അത് ജൂതന്മാരുടെ സ്വഭാവമാണ്. എന്നിട്ട് ലോകത്തിന്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തി, അങ്ങനെ ഒരാൾ മരിക്കേണ്ടി വന്നാൽ മുഖത്ത് താടിയില്ലാതെ മീസ കട്ടിയായി വെച്ചുകൊണ്ട് ഒരു ചെറിയ താടി പോലും വെക്കാതെ ഈ ലോകത്തുനിന്ന് യാത്രയാകേണ്ടി വന്നാൽ അപ്പോഴാണ് ഈ ലോകത്തുനിന്ന് അവൻ മരണപ്പെട്ടു പോകുന്നു എങ്കിൽ ആഖിറത്തിൽ കടന്നു ചെല്ലുമ്പോ പടച്ചറബ് അവന്റെ മുഖത്തേക്ക് നോക്കൂലെന്ന് മാത്രമല്ല, ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിശ്വാസിയുടെ മുഖത്തേക്ക് നോക്കൂലെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ വർഷത്തിന്റെ തുടക്കമെന്ന നിലയിൽ ഒരു വിചിന്തന വിധേയമാകേണ്ട സമയമാണ്. ഇനി ഒരു പുതിയ ജീവിതത്തിലേക്ക് കാൽവെക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം ഒന്ന് മാറ്റാനുള്ള സമയമാണ്. ഈ മുഹറം മാസത്തിൽ ജൂതന്മാരോട് ശക്തമായി എതിരാകണം, ഉണ്ടാക്കണം. പഴയകാല ഒരു ജീവിതത്തിന്റെ മാറ്റം നമുക്ക് ഈ മുഹറമത്തിൽ ഉണ്ടാക്കണം. എല്ലാ നിലക്കും ഉണ്ടാക്കണം. വിശ്വാസത്തിൽ കടന്നു വരണം, കർമ്മങ്ങളിൽ കടന്നു വരണം, പ്രവർത്തനങ്ങളിൽ കടന്നു വരണം, വിധാനത്തിൽ കടന്നു വരണം, പ്രവർത്തനങ്ങളിൽ കടന്നു വരണം. നമ്മുടെ ശരീരത്തില്, നമ്മുടെ മുഖത്ത് ഒരു താടി വെക്കാനുള്ള സന്നദ്ധത ഈ സദസ്സ് പിരിഞ്ഞു പോകുമ്പോൾ നാം തയ്യാറാകണം. അപ്പോഴാണ് ഈ ന്യൂ ഇയർ ആഘോഷിക്കുന്നതിന്റെ പിന്നിലെ ലക്ഷ്യവും ഈ ന്യൂ ഇയർ കൊണ്ട് സന്തോഷിക്കാനുള്ള വകുപ്പ് നമുക്ക് ഉണ്ടാവുകയുള്ളൂ. പഴയകാല ജീവിതത്തിന്റെ പയഞ്ചൻ പ്രവർത്തനങ്ങൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോയാൽ അള്ളാഹുവിന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തിയ ഈ മാസത്തിന്റെ ബഹുമാനം നമുക്ക് എവിടെ കിട്ടാനാണ്? മുഹറമത്തിന്റെ ബഹുമാനം എങ്ങനെ ലഭിക്കാനാണ്? എങ്ങനെയാണ് ഇന്നലെയുള്ള ജീവിതത്തിലെ ഒരു മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്? നാളേക്കുള്ള ജീവിതത്തിന്റെ തയ്യാറെടുപ്പ് എവിടെയാണ് കടന്നു വരുന്നത്? അല്ലെങ്കിൽ ഇന്നത്തെ ന്യൂ ജനറേഷൻ കൊണ്ടാടുന്ന ആൽബം പോലെയായി ചിങ്ങളുമായി മാറിപ്പോകും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, ആദ്യമായി എന്റെ ശരീരത്തോടും പിന്നെ നിങ്ങളോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനുള്ള സമയമായി ഈ മാസത്തിന്, ഈ ന്യൂ ഇയറിനാലും നിങ്ങളും നമസ്കാരം ആരംഭിക്കണം. ലോകത്തിന്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയത്, ഈ ലോകത്തിന്റെ അവസാന ശ്വാസത്തിൽ പോലും എടുത്തു പറഞ്ഞ ഒരു വാക്ക് അസ്സലാ എന്നാണ്. എന്റെ സദസ്സിൽ നിസ്കരിക്കാത്തവരുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. എന്റെ ശബ്ദം കേൾക്കുന്ന ഈ സദസ്സിന്ന് മാറി നിൽക്കുന്ന എവിടെങ്കിലും ആരെങ്കിലും ജീവിതത്തിൽ നിസ്കാരം പാഴാക്കി കളയുന്നുണ്ടെങ്കിൽ നമുക്കൊരു മാറ്റം വേണം. ഈ പ്രാരംഭത്തിൽ ഒരു മാറ്റത്തിന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരു വിചിന്തന വിധേയമാക്കി ഒരു പുതിയ ജീവിതത്തിന്റെ കാൽവപ്പായി നാം കാണണം. സംസ്കാരം പാഴാക്കുന്ന ഒരവസ്ഥ വരാതെ, പള്ളിയിലെ ജമാഅത്ത് നഷ്ടപ്പെടുന്ന അവസ്ഥ കടന്നു വരാതെ, ദിക്റിൽ പങ്കെടുക്കാതെ, ഏതെങ്കിലും പുതിയ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന മീഡിയങ്ങൾക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതിന് പകരം നമ്മുടെ ജീവിതത്തിൽ പുതിയ വിചിന്തനത്തിന് വിധേയമാകണം. അങ്ങനെയുള്ള ന്യൂ ഇയർ ആയിട്ട് മുഹറമായിട്ട് നമ്മുടെ ജീവിതം മാറണം. അപ്പോഴാണ് വിശ്വാസിയും അവിശ്വാസിയും ഉള്ള വ്യത്യാസം നാം കാണുന്നത്. അതേ സുബഹിക്ക് നേരത്തെ എഴുന്നേറ്റ് പള്ളിയിൽ പോകുന്ന സ്വഭാവം, നേരത്തെ തന്നെ പള്ളിയിൽ പോയി ജമാഅത്തിന് പങ്കെടുക്കുന്ന നല്ല സ്വഭാവം, ആ സ്വഭാവം മാറിയിട്ട് രാത്രിയുടെ യാമങ്ങളിൽ ഇബാദത്ത് കൊണ്ടും ദിക്റ് കൊണ്ടും ധന്യമാക്കിയ ഒരു കാലം. ഇന്ന് മീഡിയങ്ങളാണ്, ഫേസ്ബുക്കുകളാണ്, ചാറ്റിങ്ങുകളാണ്, എല്ലാം അതിമറിഞ്ഞുകൊണ്ട് 12 മണി വരെ, 1 മണി വരെ, 2 മണി വരെ ജീവിതം നീക്കിയിട്ട് സ്വന്തം സുബഹിയില്ലാതെ, നിസ്കാരങ്ങളില്ലാതെ, പള്ളിയില്ലാതെ ജീവിതം മൊത്തം തുലച്ച ഒരു സമൂഹത്തിലാണ്. ഇവിടെയാണ് SSF ഏറ്റെടുത്ത ന്യൂ ജനറേഷൻ ഒരു എന്നതിന്റെ പ്രസക്തി നാം ഇടയ്ക്ക് മനസ്സിലാക്കേണ്ടത്. ലോകത്ത് ഇന്ന് അതുല്യമായ ഒരു സംഘടനയാണ് നമ്മുടെ SSF-ഉം SYS-ഉം. അതിന്റെ തുടക്കമാണല്ലോ ഈ മുഹറം മാസത്തിൽ വിശ്വാസിയുടെ ന്യൂ ഇയർ കൊണ്ടാടേണ്ടത് പഠിപ്പിച്ചത്. നമ്മുടെ ജീവിതം മാറ്റിയെടുക്കാനുള്ള തുടക്കമാണല്ലോ ഈ മജ്‌ലിസ്. നമ്മുടെ ജീവിതത്തിൽ പഴയകാല ജീവിതം മാറ്റിവെക്കാനുള്ളതാണല്ലോ ഈ സദസ്സും സംഗമവും. ആഖിറത്തിലേക്കുള്ള സംഗമമാണ്. ദുനിയാവിലേക്കുള്ള സംഗമങ്ങളെല്ലാം നാം നന്നാകണം. ഈ സദസ്സ് ഉൾക്കണം. നിസ്കാരങ്ങൾ പാഴാക്കാതെ, മജ്‌ലിസുകൾ നഷ്ടപ്പെടുത്താതെ, ദിക്റുകൾ ഒഴിവാക്കാതെ, സലാത്തുകൾ പാഴാക്കാതെ, പ്രവാചകനെ ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു തുടക്കമായി ഈ മാസത്തിന്റെ
മാസത്തിന്റെയും വർഷത്തിന്റെയും തുടക്കം മാറണം. ഇതാണ് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയത് ഈ മുഹറം മാസത്തിൽ അതേ സമൂഹത്തിൽ വളരെ വിഷമിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം, അയൽവാസി, കുടുംബം, അതുപോലെ മറ്റു ബന്ധപ്പെട്ടവർ, ആ പ്രയാസങ്ങൾക്ക് നമ്മളൊരു മാർഗദർശനം കണ്ടാൽ, പ്രയാസങ്ങൾക്ക് വേണ്ടി പ്രയാസപ്പെട്ട് കിടക്കുന്ന രോഗികൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥന നടത്തിയാൽ, അവർക്ക് നമ്മളെ കൊണ്ട് ആവുന്നത് ചെയ്താൽ, ഈ വർഷത്തിന്റെ മുഴുവൻ നമ്മൾക്ക് അല്ലാഹു വിശാല നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തി. ഒരു പാവപ്പെട്ട അസരണന്റെ യതീമിന്റെ തലയിൽ നമുക്ക് സ്നേഹവാത്സല്യത്തോടെ തലയിലൊന്ന് തടകാൻ കഴിഞ്ഞാൽ, ആ യതീമിന്റെ തലയിലുള്ള മുഴുവൻ മുടി കണക്കും അല്ലാഹു നമ്മൾക്ക് സ്ഥാനം സ്വർഗത്തിൽ തരുമെന്ന് മുഹമ്മദ് മുസ്തഫ ലോകത്തിന്റെ നേതാവ് ഓർമ്മപ്പെടുത്തി. ഇതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ജീവിതം മാറ്റിയെടുക്കണം, മനസ്സ് മാറ്റിയെടുക്കണം. ആ മാസത്തിന്റെ ബഹുമാനമാണ് വൽ ഫജ്രി വലയാലിൻ നസ്ർ. മുഹറം മാസം തന്നെ സത്യം, വലയാലിൻ നസ്ർ അതിന്റെ രാവുകൾ തന്നെ സത്യം, വസ്സഫി വൽ വത്ർ അതിന്റെ ഇരട്ടകളും ഒറ്റകളുമാകുന്ന മാസങ്ങൾ, ദിവസങ്ങൾ തന്നെ സത്യമെന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തിയതിന്റെ പിന്നിലെ ലക്ഷ്യം എന്താണ്? വലിയ ഒരു ലക്ഷ്യം അതിന്റെ പിന്നിലുണ്ട്. എന്താണ്? ഈ തുടക്കത്തെ തുടക്കമായി കാണാൻ കഴിഞ്ഞാൽ ഒടുക്കം വരെ ഈ വർഷം നന്നാകുമെന്നാണ് ആ ആയത്തിന്റെ വിശദീകരണമെന്ന് തഫ്സീറുൽ കബീർ പോലത്തെ പണ്ഡിതന്മാര്, അതുപോലെ റാസി ഇമാമിനെ പോലത്തെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ഇവിടെയാണ് നാം ഉണരേണ്ടത്. ആധുനിക ജീവിതത്തിൽ ന്യൂ ഇയർ കൊണ്ടാടുന്നത് കള്ളുകുടിച്ച് മത്താക്കുകയാണ്. NH റോഡ് വരെ ഉപരോധം സൃഷ്ടിക്കുകയാണ്. അവര് പറയുന്നത്, കോഴിക്കോട് കഴിഞ്ഞ വർഷം നമ്മുടെ കൊച്ചു കേരളത്തിൽ കുടിച്ചു തീർത്ത കള്ള് നമ്മൾ പുറത്തു വന്ന അതിന്റെ കണക്ക് നമ്മളൊക്കെ വായിച്ചു. എന്തെല്ലാം വന്യരായ ഉസ്താദിന്റെ വിഷയം സ്ത്രീയെ സംബന്ധിച്ചാണ്. ഇന്ന് ഈ പ്രാവശ്യം ന്യൂ ഇയർ കപ്പോൾ മൈസൂരടക്കമുള്ള പല സ്ഥലത്തും രാത്രി 12 മണിക്ക് സ്ത്രീകൾ ജഡ്ഡിയിൽ നിന്ന് ചാടി എന്ന് നമ്മളൊക്കെയും പത്രത്തിലും മറ്റു വാരികളിലൊക്കെ നമ്മൾ വായിച്ചു. എവിടേക്കാണ് ഈ സമൂഹത്തിന്റെ ഒരു വർഷം നമ്മൾ ഇന്ന് യാത്രയാകുമ്പോൾ ആ ഒരു വർഷം തിരിച്ചു കിട്ടൂലെന്ന് ചിന്തിക്കുന്നതിന് പകരം എന്റെ ജീവിതത്തിൽ ഒരു ആയുസ്, ഒരു വർഷം, ഒരു വയസ്സ് തീർന്നു പോയി എന്ന് ചിന്തിക്കുന്നതിന് പകരം ലോകത്ത് അതുല്യമായ ജീവിതത്തിന് അതുല്യമായി ഇത്രയും കാലം ചെയ്തു കൂട്ടിയ നന്മകൾ ഒരൊറ്റ നിമിഷം കൊണ്ട് ഒഴിവാക്കി കളയാണ്, ഇല്ലാതാക്കി കളയാണ്, പാഴാക്കി കളയുകയാണ്. വന്യരായ ഉസ്താദിന്റെ വളരെ അർത്ഥഗർഭമായ പ്രസംഗം നടക്കാനിരിക്കുന്ന ഈ മജ്‌ലിസ്, അതുപോലെ മുഹറം 9 പ്രധാനപ്പെട്ട രാവ് വലയാലിൻ അസ്ർ, ഈ 10 രാവെന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രധാനപ്പെട്ട രാവാകുന്ന ഈ മജ്‌ലിസ്, ഇവിടെയുള്ള SYS-ന്റെയും SSF-ന്റെയും പ്രവർത്തകർ ഇതാ മാതൃകപരമായ ന്യൂ ഇയർ ഇവിടെ കൊണ്ടാടുകയാണ്. ഇങ്ങനെയുള്ള മജ്‌ലിസ്, ഞാൻ എന്റെ ഒരു അഭിപ്രായം, അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ചൊരു അഭിപ്രായം, ലോകത്ത് സ്ഥലങ്ങളിലും ന്യൂ ഇയർ മുമ്പത്തെ വർഷമൊക്കെ കള്ള് ഷാപ്പിന്റെ മുന്നിൽ SSF-ന്റെ പ്രവർത്തകർ ഇരുന്നു കൊണ്ട് അതിനെതിരെ രാത്രി നടത്തിയിട്ടുണ്ട്. വലിയ ഒരു വിജയം അതിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പരിപാടികൾ, അങ്ങനെയുള്ള ജനുവരി 1 വരുമ്പോൾ, മുഹറം മാസങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് മാറ്റങ്ങൾ വരുത്തി ആധുനിക ലോകത്തിന്റെ പളപളപ്പുകൾ ജീവിക്കുന്ന ആധുനിക യുവാക്കളുടെ
ജീവിതം മാറ്റിയെടുക്കാനും അതിനെ അവരെ പിന്നോട്ടടിക്കാനും ആത്മീയമായ മജ്‌ലിസിലേക്ക് ക്ഷണിക്കാനും ഇങ്ങനെയുള്ള സദസ്സുകൾ പ്രേരകമാകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹുവേ, ഞങ്ങൾ ഈ മജ്‌ലിസ് നീ പൊരുത്തപ്പെട്ട മജ്‌ലിസാക്കി തരണേ റഹ്മാനേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ഫജ്ർ വലയാൽ അസ്ർ വസ്സഫി വൽ വത്ർ എന്ന ഈ ആയത്ത് ഓതിക്കൊണ്ട് ഈ സംഗമത്തെ ഉദ്ഘാടനം ചെയ്ത് കൊണ്ട് അറിയിക്കുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട തങ്ങളെ